ഹലോ ട്യൂട്ടേഴ്സ്, ബ്രില്യയിലെ ട്യൂട്ടേഴ്സിന് വേക്കൻസീസ് അപ്ഡേറ്റ്സ് കിട്ടുന്ന ഒരു ഗ്രൂപ്പാണ് ബ്രില്യ വേക്കൻസീസ്. ഇതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വേക്കൻസിയിൽ ഇതുപോലെ ഇൻട്രസ്റ്റഡ് എന്ന് റീപ്ലൈ ചെയ്യുക. ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുന്നായിട്ട് അതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തറോലി ചെക്ക് ചെയ്യുക. അതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡിങ് ഡെമോ ടൈം എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം ഇൻട്രസ്റ്റ് കാണിക്കുക കേട്ടോ. അങ്ങനെ ഇൻട്രസ്റ്റഡ് ട്യൂട്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്യൂട്ടറിനെ നമ്മളുടെ കുറച്ച് ക്രൈറ്റീരിയാസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത ട്യൂട്ടർക്ക് നമ്മൾ ആ വേക്കൻസി പോസ്റ്റ് ഷെയർ ചെയ്യും അലോങ് വിത്ത് സം റൂൾസ് ആൻഡ് ദ കോൺടാക്ട് നമ്പർ ഓഫ് ദ പാരൻറ്റ്. അതിലെ റൂൾസ് എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. യു ഷുഡ് ഫോളോ ദോസ് ആൻഡ് പാരൻറ്റിനെ അപ്പം തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഡെമോ ക്ലാസ്സിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല, നിങ്ങളുടെ റെഗുലർ ഫസ്റ്റ് ക്ലാസ് മുതലാണ് പേയ്മെൻറ്റ് ഉണ്ടാവുക. സോ ആ കുട്ടി നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നന്നായിട്ട് തന്നെ ക്ലാസ് എടുത്ത് കൊടുക്കുക. ഡെമോ ക്ലാസ് കഴിഞ്ഞതും ബ്രില്യയിലെ ഏത് മെമ്പറാണോ നിങ്ങൾക്ക് ആ വേക്കൻസി തന്നത് അവരെ എത്രയും പെട്ടെന്ന് അത് അറിയിക്കുക. ഡെമോ ക്ലാസ് ഡിലേ ആക്കാതെ ശ്രദ്ധിക്കുക. സ്റ്റുഡൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രില്യ മെമ്പർ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അതിൽ പാരൻറ്റ്, ടീച്ചേഴ്സ് ആൻഡ് ബ്രില്യ മെമ്പേഴ്സും ഉണ്ടാവും. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്പർ കുറച്ച് മെസ്സേജസ് അതിൽ പോസ്റ്റ് ചെയ്യും. അതിൽ ഈ നമ്പർ ഓഫ് ക്ലാസ്സസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ഇതിൽ കൊടുത്ത പോലെ ആദ്യത്തെ മന്തിൽ എത്ര ക്ലാസ് വേണമെന്നും അടുത്ത മന്ത് മുതൽ എത്ര ക്ലാസ് വേണമെന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത മന്തിൽ കൗണ്ട് കുറവായിരിക്കും. അസൈൻ ചെയ്ത നമ്പർ ഓഫ് ക്ലാസ് ആ മന്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. എന്തെങ്കിലും കാരണം കൊണ്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ക്ലാസ് റീസ്കെഡ്യൂൾ ചെയ്യുക. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതും ടീച്ചേഴ്സ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ടൈം ടേബിൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഫോർമാറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പാരൻ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ ടൈമാണെന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ മെൻഷൻ ചെയ്യുക. ആൻഡ് വീക്ക്ലി ക്ലാസ്സും മന്ത്ലി ക്ലാസ്സും. മന്ത്ലി ക്ലാസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത് മുതൽ ആ കുട്ടിക്ക് എത്ര ക്ലാസ് വേണം എന്നുള്ളതായിരിക്കും. കാരണം ജോയിൻ ചെയ്ത മന്തിൽ ആ കുട്ടിക്ക് ക്ലാസ്സുകൾ കുറവായിരിക്കും, പകുതി നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് മന്ത് മുതലുള്ളതാണ് അതിവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം അത് കോപ്പി ചെയ്ത് ആഡ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷനിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം. മൾട്ടിപ്പിൾ സബ്ജക്റ്റ് എടുക്കുന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ വേറെ ട്യൂട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ട്യൂട്ടേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അത് ഡിലീറ്റ് ആക്കാതെ നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ ആഡ് എന്നുള്ള ഓപ്ഷനിൽ തന്നെ ചെയ്യണം. ക്ലാസ്സിന് 2 മണിക്കൂർ മുന്നെങ്കിലും ഇങ്ങനെ ഒരു വെൽക്കം നോട്ടീസ് ഇട്ടിരിക്കണം. എല്ലാ ക്ലാസ്സിന് ശേഷം ഇതുപോലെ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതിലെ ഡ്യൂറേഷൻ എന്നുള്ളത് നിങ്ങൾ എത്ര അവേഴ്സ് ക്ലാസ് എടുത്തു എന്നുള്ളതാണ്. ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു മന്ത്ലി ഇതുവരെ എത്ര അവേഴ്സ് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പുതിയ അവേഴ്സ് എടുക്കുമ്പോഴും ആ ടോട്ടൽ ഡ്യൂറേഷൻ ഇങ്ങനെ ആഡ് ആയിട്ട് വരും. അങ്ങനെ ഒരു മന്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മുതൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ കുട്ടികളുടെ ഹോംവർക്ക്സ്, എക്സ്ട്രാ പ്രോബ്ലംസ് എല്ലാം ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കണം. എല്ലാ കമ്മ്യൂണിക്കേഷനും ഗ്രൂപ്പ് ത്രൂ ആയിരിക്കണം. നിങ്ങൾ എത്ര ഡെയിലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി സാലറി വരുന്നുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ നമ്മളുടെ മെൻറ്റേഴ്സ് കറക്റ്റായിട്ട് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുന്നതാണ്. മന്ത് എൻഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഫോർമാറ്റാണത്. അതിൽ നിങ്ങൾക്ക് എത്ര ക്ലാസ്സാണ് അസൈൻ ചെയ്തിട്ടുള്ളത്, ആ നമ്പർ, ടോട്ടൽ എത്ര അറ്റൻഡ് ചെയ്തു എന്നുള്ള നമ്പറും, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അസൈൻ ക്ലാസ്സിൽ ഏതെങ്കിലും ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, അത് ആ മന്തിൽ തന്നെ എടുത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾ അതിൻ്റെ നെക്സ്റ്റ് മന്ത് എടുക്കണം. അപ്പോൾ അത് അഡീഷണൽ ക്ലാസ് ഫോർ നെക്സ്റ്റ് മന്തിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതിൽ കാണിച്ച പോലെ ടോട്ടൽ അസൈൻ ക്ലാസ് 12 ആണെങ്കിലും നിങ്ങൾ നെക്സ്റ്റ് മന്തിൽ കുട്ടിക്ക് 14 ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരും. കാരണം അവിടെ അഡീഷണൽ നമ്പർ ഓഫ് ക്ലാസ് 2 ഉണ്ട്. ഇനി അസൈൻ ചെയ്ത ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം അസൈൻ നമ്പർ ക്ലാസ് ആ മന്തിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അതുപോലെ നിങ്ങളുടെ മന്ത്ലി സാലറി ക്രെഡിറ്റ് ആവുന്നതിനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സാലറി റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ മന്തും ലാസ്റ്റ് ഡേ നിങ്ങൾ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിന് ഏത് നമ്പറിലേക്കാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രില്യ വേക്കൻസീസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഓരോ കുട്ടിക്കും നിങ്ങൾ എത്ര അവേഴ്സ് എടുത്തിട്ടുണ്ടെന്നുള്ളതും അവർലി പേയ്മെൻറ്റും ഓരോ കുട്ടിക്കും എത്ര ടോട്ടൽ എമൗണ്ട് വരുന്നതെന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം എല്ലാ കുട്ടികളുടെ കൂടെയും ടോട്ടൽ എത്ര വരുന്നുണ്ട് എന്നുള്ളത് ടോട്ടൽ സാലറി എക്സ്പെക്റ്റഡിൽ കൊടുക്കുക. ഇത് കറക്റ്റായി നോക്കിയിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് മന്ത് 7th നിങ്ങൾക്ക് ആ സാലറി ക്രെഡിറ്റ് ആവുന്നതാണ്. ഇതാണ് ട്യൂട്ടേഴ്സിന് മറ്റ് അപ്ഡേറ്റ്സ് കൊടുക്കുന്ന ബ്രില്യ അപ്ഡേറ്റ്സ് ഗ്രൂപ്പ്. ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ നിങ്ങൾ വെക്കുക. അത് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ നിങ്ങൾ നോട്ടീസ് പീരീഡ് 1 month ആണ്. ഒരു കുട്ടീനെ ഡ്രോപ്പ് ചെയ്യുന്നതിന് 1 month മുന്നേ നമ്മളത് അറിയിക്കണം. ആൻഡ് അസൈൻ ക്ലാസ് എത്രയാണോ അത്ര ക്ലാസ് മാത്രമേ നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കാൻ പാടുള്ളൂ. എക്സ്ട്രാ ക്ലാസ് വേണമെന്ന് പാരൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ബ്രില്യ മെമ്പറിനെ അറിയിക്കണം. നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ക്ലാസ് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മളുടെ ക്ലാസ് 1 hour ആയിരിക്കണം. 1 hour 5 minutes, 1 hour 10 minutes അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ മിനിറ്റ്സ് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അതുപോലെ എല്ലാ കുട്ടികളുടെ ഗ്രൂപ്പിലും അക്കാഡമിക് മെൻറ്റർ എന്നുള്ള പ്രൊഫൈലിൽ ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കുട്ടീനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാണെങ്കിലോ നമ്മളുടെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനാണെങ്കിലോ ഒക്കെ നിങ്ങൾ അക്കാഡമിക് മെൻറ്ററിനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവർ നിങ്ങൾക്ക് ഗൈഡൻസ് തന്നോളൂ. ആൻഡ് ബ്രില്യ ട്യൂട്ടർ റൂൾസിൽ ഓരോ പോയിന്റ്സും കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട റൂൾസാണ്. നിങ്ങൾ എങ്ങാനും വെൽക്കം നോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി കാരണം ക്ലാസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളതിൽ ലീവ് മാർക്ക് ചെയ്യുക. എല്ലാം ഗ്രൂപ്പിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്യുക. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും കുട്ടിക്ക് ഒരു എക്സാം എടുക്കേണ്ടതെന്നുള്ളത് മാൻഡറ്ററി ആണ്. ഇതെല്ലാം നമ്മൾ ആ ഒരു ബ്രില്യ റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് ബ്രില്യ റൂൾസ് നിങ്ങൾ വായിച്ച് നോക്കുക. 14th and 15th റൂൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് കറക്റ്റ് ഫോളോ ചെയ്യുക. എല്ലാ റൂൾസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക.